കോളേജിൽ പോണ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ഈ പിങ്ക് കുർത്തിയാണെന്ന് കോളേജിൽ പോകുമ്പോൾ ഇടാൻ പോണത്. എല്ലാവരെയും കയ്യിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ച് നമുക്കിന്ന് മേക്കപ്പ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യണത്. ഞാൻ കുറെ നാളായി ഇത് യൂസ് ചെയ്യണത്. ജെല്ലി കൺസിസ്റ്റൻസി കൊണ്ട് പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആവും. സെക്കൻഡ് വൺ ഞാൻ ഇടുന്നത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബെറി ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. വെറും 300 രൂപക്ക് താഴെ മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങളൊരു സിമ്പിൾ ഗ്ലോയി മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നെക്സ്റ്റ് വൺ ഞാൻ ഐലിനർ വെച്ച് കണ്ണെഴുതി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഡാസ്ലറിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യാറ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ ഈ കണ്ണെഴുത്താണ്. ഒരു കണ്ണ് ശരിയായി അപ്പുറത്തെ കണ്ണ് ശരിയാവോ എന്നുള്ളതാണ് അടുത്ത ടെൻഷൻ. ഞാൻ ആലോചിക്കാറുണ്ട് ചെറുപ്പത്തിൽ അമ്മ ഒരുക്കി തന്നപ്പോ എന്തൊരു സമാധാനം, ഇങ്ങനത്തെ ടെൻഷനും ഇല്ല ഒന്നുമില്ല. അതൊക്കെ ഒരു കാലം. അങ്ങനെ എങ്ങനെയോ നമ്മുടെ രണ്ടാമത്തെ കണ്ണ് വരച്ചെടുത്ത ഗൈസ്. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവർ ഫേവറേറ്റ് പാർട്ട് ലിപ്സ്റ്റിക് ഇടലാണ്. ഞാൻ ഇവിടെ എടുത്തേക്കാണ് ബ്ലൂ ഹെവൻ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്സിനോട് നമുക്ക് ഗേൾസിന് എന്തെന്നില്ലാത്തൊരു ഇഷ്ടമാണ്. ലിപ്സ്റ്റിക് ഓർത്തുമ്പോൾ ഫുഡ് വരെയും കഴിക്കാൻ പഠിക്കും. എവിടെ പോകാൻ എന്തെടുക്കാൻ പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ലിപ്സ്റ്റിക് എടുക്കാൻ മറക്കൂല. അതേപോലെ ഞാൻ ഈ സെയിം ലിപ്സ്റ്റിക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യണേ. ലാസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുടി നല്ലോണം കോംബ് ചെയ്യുക. ഇങ്ങനെ നോർമലായി കോംബ് ചെയ്യണേലും കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് ഇങ്ങനെ കോംബ് ചെയ്യണേ. ഇതെന്റെ ഒരു ഫ്രണ്ട് കാണിച്ചൊരു ഹാക്കാണ് എനിക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി കുറച്ചുകൂടെ ഒന്ന് പഫി ആയിട്ടേക്കും. ബാങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം വൃത്തിക്ക് വിസിബിളും ആവും. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.